ഹോസേയുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ പോയി ജാരവേശ്യയുള്ളവളും വ്യഭിചാരിണിയുമായ ഒരുവളെ സ്നേഹിക്കുക. മുന്തിരിയിടകൾ ഇഷ്ടപ്പെടുകയും അന്യദേവന്മാരുടെ പിറകെ പോവുകയും ചെയ്തിട്ടും ഇസ്രായേൽ ജനത്തെ കർത്താവ് സ്നേഹിക്കുന്നത് പോലെ തന്നെ 15 ഷെക്കൽ വെള്ളിയും 1.5 ഹോമർ ബാർലിയും കൊടുത്ത് ഞാൻ അവളെ സ്വന്തമാക്കി. ഞാൻ അവളോട് പറഞ്ഞു, ദീർഘനാൾ നീ എൻ്റേതായിരിക്കണം, നീ വ്യഭിചരിക്കരുത്, അന്യപുരുഷൻ്റേതാവരുത്, ഞാൻ നിനക്കും അങ്ങനെയായിരിക്കും. രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ ആരാധന സ്തംഭമോ ഏഫോദോ കുലദൈവങ്ങളോ ഇല്ലാതെ ഇസ്രായേൽ മക്കൾ ഏറെ കാലം കഴിയും. പിന്നീട് അവർ തിരിച്ചു വന്ന് തങ്ങളുടെ ദൈവമായ കർത്താവിനെയും രാജാവായ ദാവീദിനെയും അന്വേഷിക്കും. ആ നാളുകളിൽ ഭയഭക്തികളോടെ അവർ കർത്താവിൻ്റെ അടുക്കൽ തിരിച്ചു വരും. അവിടുത്തെ കൃപയ്ക്ക് അവർ പാത്രമാകും. ഹോസിയ 4-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ ജനമേ, കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. ദേശവാസികൾക്കെതിരെ അവിടത്തേക്ക് ഒരു ആരോപണമുണ്ട്. ഇവിടെ വിശ്വസ്തയോ സ്നേഹമോ ഇല്ല. ദൈവവിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു. ആണയിടലും വഞ്ചനയും കൊലപാതകവും മോഷണവും വ്യഭിചാരവും സീമാതീതമായിരിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി കൊലപാതകം നടക്കുന്നു. അതിനാൽ ദേശം വിലപിക്കുന്നു. അതിലെ സകല നിവാസികളും ക്ഷയിക്കുന്നു. വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവകളും സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും അപഹരിക്കപ്പെടുന്നു. എന്നാൽ ആരും തർക്കിക്കേണ്ട, കുറ്റപ്പെടുത്തുകയും വേണ്ട. പുരോഹിത, നിനക്കെതിരെയാണ് എൻ്റെ ആരോപണം. പട്ടാപ്പകൽ നീ കാലിടറി വീഴും. പ്രവാചകനും രാത്രി നിന്നോടൊപ്പം കാലിടറി വീഴും. നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും. അജ്ഞാന നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു. നീ വിജ്ഞാനം തിരസ്കരിച്ചതുകൊണ്ട് എൻ്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്ന് നിന്നെ ഞാൻ തിരസ്കരിക്കുന്നു. നീ നിന്റെ ദൈവത്തിൻ്റെ കൽപ്പന വിസ്മരിച്ചതുകൊണ്ട് ഞാനും നിന്റെ സന്തതികളെ വിസ്മരിക്കും. അവർ പെരുകിയതോടൊപ്പം എനിക്കെതിരായുള്ള അവരുടെ പാപവും പെരുകി. അവരുടെ മഹിമ ഞാൻ അപമാനമായി മാറ്റും. എൻ്റെ ജനത്തിൻ്റെ പാപം കൊണ്ട് അവർ ഉപജീവനം കഴിക്കുന്നു. അവരുടെ തിന്മ അവർ അത്യധികം കാംക്ഷിക്കുന്നു. പുരോഹിതനെ പോലെ തന്നെ ജനവും. അവരുടെ ദുർമാർഗങ്ങൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കും. അവരുടെ പ്രവൃത്തികൾക്ക് ഞാൻ പ്രതികാരം ചെയ്യും. അവർ ഭക്ഷിക്കും, തൃപ്തരാവുകയില്ല. പരസംഗം ചെയ്യും, പെരുകുകയില്ല. കാരണം വ്യഭിചാരത്തിൽ മുഴുകാനായി അവർ കർത്താവിനെ പരിത്യജിച്ചു. വീഞ്ഞും പുതുവീഞ്ഞും സുബോധം കെടുത്തും. തടിക്കഷ്ണത്തോടെ എൻ്റെ ജനം ഓരോ സംഗതി ആരായുന്നു. അവരുടെ ദണ്ഡ് അവർക്ക് പ്രവചനമരുളുന്നു. വ്യഭിചാരത്തിൻ്റെ ദുർബോധം അവരെ വഴിതെറ്റിച്ചു. പരസംഗത്തിന് വേണ്ടി തങ്ങളുടെ ദൈവത്തെ അവർ പരിത്യജിച്ചു. ഗിരിശൃംഗങ്ങളിൽ അവർ ബലി അർപ്പിക്കുന്നു. കുന്നിന്മേലും കരുവേലകത്തിൻ്റെയും പുന്നയുടെയും ആലിൻ്റെയും ചുവട്ടിലും അവർ അർച്ചന നടത്തുന്നു. അവയുടെ തണൽ സുഖം നൽകുന്നു. നിങ്ങളുടെ പുത്രിമാർ വേശ്യാവൃത്തി നടത്തുന്നു. നിങ്ങളുടെ ഭാര്യമാർ പരസംഗം ചെയ്യുന്നു. വേശ്യാവൃത്തി ചെയ്യുന്നതിന് നിങ്ങളുടെ പുത്രിമാരെയോ വ്യഭിചരിക്കുന്നതിന് നിങ്ങളുടെ ഭാര്യമാരെയോ ഞാൻ ശിക്ഷിക്കുകയില്ല. കാരണം പുരുഷന്മാർ തന്നെ പരസംഗത്തിൽ ഏർപ്പെടുകയും ദേവദാസികളോടത്ത് ബലിയർപ്പിക്കുകയും ചെയ്യുന്നു. അറിവില്ലാത്ത ജനം നശിക്കും. ഇസ്രായേലെ, നീ പരസംഗം ചെയ്യുന്നെങ്കിലും യൂദ ആ തെറ്റിലകപ്പെടാതിരിക്കട്ടെ. ഗിൽഗാലിൽ പ്രവേശിക്കരുത്. ബെദാവനിൽ പോവുകയും അരുത്. കർത്താവാണേ എന്ന് ആണയിടരുത്. ദുശാഠ്യമുള്ള പശുക്കുട്ടിയെപ്പോലെ ഇസ്രായേൽ ശാഠ്യം പിടിക്കുന്നു. വിശാലമായ പുൽത്തകിടിൽ കുഞ്ഞാടിനെ എന്ന പോലെ കർത്താവിന് അവരെ മേയ്ക്കാനാവുമോ? എഫ്രായിം വിഗ്രഹങ്ങളെ പുണർന്നിരിക്കുന്നു. അവൻ മദ്യപന്മാരോടൊത്ത് കഴിയുന്നു. അവർ വ്യഭിചാരത്തിൽ മുഴുകുന്നു. മഹിമയേക്കാൾ മ്ലേച്ഛത കാംക്ഷിക്കുന്നു. കാറ്റിൻ്റെ ചിറക് അവരെ തൂത്തെറിയും. തങ്ങളുടെ ബലിപീഠങ്ങളെക്കുറിച്ച് അവർ ലജ്ജിക്കും.